Hi friends, welcome back. I am Anoop here. In this video, I will tell you the first one is a wildlife photo, especially greenery wildlife photo. That's how color grade. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫോട്ടോനെ എങ്ങനെ ക്രോപ്പ് ചെയ്യാം ചെയ്യുമ്പോൾ ഒരു വൈൽഡ് ലൈഫിന്റെ തീം നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ആ ഒരു ഫോട്ടോനെ എങ്ങനെ ക്രോപ്പ് ചെയ്യാം ഓക്കേ സോ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സോ ലെറ്റ്സ് സ്റ്റാർട്ട് So before start developing this image, നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. So the first one എന്ന് പറയുന്നത് flow of light. ഇപ്പോൾ നിങ്ങൾ ഈ ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ഇമേജിൻ്റെ flow of light എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. കാരണം ഇതൊരു രാവിലെ 7 മണിക്കാണ് ഞാൻ ഈ ഇമേജ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് ദ ലൈറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ഒരു ഷാർപ്പ് ലൈറ്റ് ആയിരിക്കും. സോ ആ ഒരു ഷാർപ്പ് ലൈറ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കൺസെപ്റ്റ് കളർ എന്ന് വേണമെങ്കിൽ പറയാം. കൺസെപ്റ്റ് കളർ എന്ന് ഉദ്ദേശിക്കുന്നത് രാവിലെ 7 മണിക്കാണ് ഞാൻ ഈ ഫോട്ടോ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു മൂഡ് അല്ലെങ്കിൽ ഒരു ഫീല് ഒരു ഇമേജിൽ കൊണ്ടുവരണം. അതാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു കളർ എൻഹാൻസ്മെന്റ് ആണ്. ആ ഒരു ഗ്രീനറിയും കാര്യങ്ങളും എൻഹാൻസ് ചെയ്യണം. പക്ഷേ ആ ഒരു എനിമലിൻ്റെ അല്ലെങ്കിൽ ആ മാൻ്റെ കളറിന് ഒരു മാറ്റം വരാതെ നമുക്ക് ആ ഒരു കളർ എൻഹാൻസ്മെന്റ് നടത്തണം. സോ ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽ കളേഴ്സ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ടെക്സ്ചർ എൻഹാൻസ്മെന്റ് ആണ്. ഇപ്പോൾ ഈ ഒരു പുല്ലിൻ്റെയും അതുപോലെ തന്നെ മാൻ്റെ ഡീറ്റെയിൽസും കുറച്ച് എൻഹാൻസ് ചെയ്യുക. ദ ഫൈനൽ വൺ എന്ന് പറയുന്നത് ഇമേജിനെ ക്രോപ്പ് ചെയ്യുക. സോ എനിക്ക് ഈ ഫോട്ടോയിൽ ഈ ഇദ്ദേഹത്തെ മാത്രം മതിയായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ രണ്ട് വ്യക്തികളും ജോയിൻ ചെയ്തു. സോ ഈ രണ്ടുപേരും നമ്മൾ ഒഴിവാക്കാണ്. പക്ഷേ വിത്തൗട്ട് ലൂസിങ് ആ ഒരു ഇമേജിൻ്റെ തീമിന് ഒരു മാറ്റം വരാതെ നമ്മൾ ആ ഒരു ഇമേജ് ക്രോപ്പ് ചെയ്യാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡെവലപ്പിങ്ങിൻ്റെ സ്റ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. ഞാനിപ്പോൾ ആ ഒരു ഇമേജിനെ അഡോബി ലൈറ്റ് റൂമിൽ ഞാൻ ഓപ്പൺ ചെയ്തു. ഞാൻ റോ ഇമേജാണ് ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് റീസെറ്റിംഗ് ദ ഇമേജാണ്. ആ ഇമേജ് ഞാൻ റീസെറ്റ് ചെയ്തു. സോ റീസെറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ എങ്ങനെയാണോ ഇമേജ് ക്യാപ്ചർ ചെയ്ത് ആ ഒരു ഫ്രെയിമും ആ ഒരു കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് വരും, വിത്തൗട്ട് ഒരു വാല്യൂസ് അപ്ലൈ ചെയ്യാതെ. സോ നമ്മൾ റോ എടുത്ത അതേ ഫോർമാറ്റിൽ തന്നെ നമുക്ക് ആ ഒരു ഇമേജ് സെറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഒരു 5 കാര്യങ്ങൾ എനിക്ക് ബേസിക്കലി ഹാൻഡിൽ ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് ഒരു ക്യാമറ സെറ്റിങ്സ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാം, ഒരു എക്സ്പോഷർ കോൺട്രാസ്റ്റ് വാല്യൂകൾ അഡ്ജസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ഒരു ഡീറ്റെയിൽഡ് എൻഹാൻസ്മെൻറ്റ്, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ആ ഒരു ഫോട്ടോൻ്റെ ഒരു ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാം. ഇതാണ് ഞാൻ ബേസിക്കലി ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എച്ച് എസ് എല്ലിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു കളർ കറക്ഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രീനറി എൻഹാൻസ്മെൻറ്റ്. നമ്മളിതിൽ ഇൻഡിവിജ്വൽ കളേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ ഒരു ഗ്രീനറി എൻഹാൻസ്മെൻ്റ് ആണ് നടത്തുന്നത്. ഡീറ്റെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇമേജിൻ്റെ ഷാർപ്നെസ്, എവിടേക്കാണോ എനിക്ക് ഷാർപ്നെസ് വേണ്ടത് ആ ഒരു ഏരിയയിൽ ഷാർപ്നെസ് എൻഹാൻസ് ചെയ്യാം. ലെൻസ് കറക്ഷൻസ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ഇമേജ് ക്യാപ്ചർ ചെയ്തത് ഏത് ക്യാമറ വെച്ചാണോ ആ ക്യാമറയുടെ ഡീറ്റെയിൽസ് ഇതിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ഈ ഫോട്ടോ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് കാനോൺ 80D ലെൻസ് എന്ന് പറയുന്നത് 70-300 നോർമൽ കിറ്റ് ലെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ആ ഒരു ഡീറ്റെയിൽ ഇതിലേക്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബിഗിനിറ്റിങ്ങും ആ ഒരു ബെൻഡിങ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് ഇതിന് കിട്ടുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ലെൻസ് കറക്ഷൻസിൽ ചെയ്യുന്നത്. കാലിബ്രേഷൻ എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഇമേജ് നമുക്ക് വിഷ്വലി കാണിച്ചു തരുന്നത് 3 കളേഴ്സിൻ്റെ കോമ്പിനേഷനിലാണ്. RGB ആ ഒരു കളർ ഇൻഫർമേഷൻസ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് കാലിബ്രേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റാർട്ടിങ് വിത്ത് ബേസിക്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ബേസിക്കലി ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം. സോ ബിഫോർ ഇമേജ് ഇങ്ങനെയായിരുന്നു, ആഫ്റ്റർ ഇമേജ് ഇങ്ങനെ. ഇപ്പം ഞാനൊരു ക്യാമറയിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. സോ സംടൈംസ് നമ്മൾ ആ ഒരു റിയൽ ലൈഫിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റായ കളർ എൻഹാൻസ്മെൻറ്റ് കാര്യങ്ങൾ വരണമെന്നില്ല. അത് ക്യാമറയുടെ കേപ്പബിലിറ്റി ആവും, ഡൈനാമിക് റേഞ്ച്, അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. സോ ആ ഒരു എൻഹാൻസ്മെൻറ്റ് ഞാൻ അവിടെ കണ്ട ആ ഒരു ഫീലിംഗ് ഞാൻ ഇതിൽ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് കളർ എൻഹാൻസ്മെൻറ്റ് ആണ്. കളർ എൻഹാൻസ്മെൻറ്റിൽ ഞാൻ ബേസിക്കലി ചെയ്യാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ കളേഴ്സിനാണ് ഞാൻ എൻഹാൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ,
ഓക്കെ, ഇപ്പം ഞാൻ അതിൻ്റെ കളർ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം. ഈ ഒരു ചേഞ്ചസ് ആണ് ബിഫോർ ആൻഡ് ആഫ്റ്ററിൽ. നല്ലൊരു ചേഞ്ചസ് കളർ എൻഹാൻസ്മെൻറ്റിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾക്ക് 3 ഓപ്ഷൻസ് ആണുള്ളത്: ഹ്യൂ, സാച്ചുറേഷൻ, ലൂമിനൻസ്. ഹ്യൂ എന്ന് പറയുന്നത് ടോണൽ ഓഫ് ദ കളറാണ്. ടോണൽ ഓഫ് ദ കളർ ഉദ്ദേശിക്കുന്നത് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നീ പറയുന്നതാണ് ഹ്യൂ എന്ന് പറയുന്നത്. സാച്ചുറേഷൻ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ദ കളറാണ്. കമ്മിങ് ടു ദ ലൂമിനൻസ് എന്ന് പറയുന്നത് ബ്രൈറ്റ്നസ് ഓഫ് ദ കളർ എന്ന് പറയുന്നതാണ് ലൂമിനൻസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിലൊരു കളർ ഉണ്ട്. ആ കളർ ഒരു ഇരുട്ട് റൂമിലാണെങ്കിൽ നിങ്ങൾക്ക് ആ കളറിനെ കാണാൻ പറ്റില്ല. അത് ബിക്കോസ് അതിലേക്ക് ഒരു ലൈറ്റ് ഇൻഫർമേഷൻസ് വരുന്നില്ല. പക്ഷേ ആ ഒരു കളറിനെ നമ്മൾ പുറത്തേക്ക് പോകണമെങ്കിൽ, ഒരു ലൈറ്റ് ഇൻഫർമേഷൻ ഉള്ള ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു കളറിൻ്റെ ഡെപ്തും കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ആ ഒരു പ്രോപ്പർട്ടിയാണ് ലൂമിനൻസ് എന്ന് പറയുന്ന ഓപ്ഷനെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കളർ കറക്ഷനിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഡീറ്റെയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ഇൻഡിവിജ്വൽ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം എനിക്ക് ഷാർപ്പ്നെസ് വേണം. സോ അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഷാർപ്പൻ എമൗണ്ട് ഓൾറെഡി 40 കൊടുത്തിട്ടുണ്ട്, ദാറ്റ്സ് ഇനഫ്. ഞാൻ മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ ഇമേജ് വൈറ്റ് ആവും. ദാറ്റ് മീൻസ് ഈ എല്ലാ ഏരിയയിലും ഇപ്പോൾ ഷാർപ്പണിങ് അപ്ലൈ ആവുന്നുണ്ട്. സോ അതെനിക്ക് ആവശ്യമില്ല, എനിക്ക് കുറച്ച് ഏരിയയിൽ മാത്രം മതി. സോ അതിനുവേണ്ടി ഈ സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കാണ് ഒരു ബ്ലാക്ക് ഇൻഫർമേഷൻ കയറി വരുന്നത്. ഇപ്പോൾ ഈ കാണുന്ന വൈറ്റ് ഏരിയയിലാണ് ഷാർപ്പൺ വാല്യൂ അപ്ലൈ ആവുന്നത്. എനിക്ക് അത്ര മാത്രം മതി. സോ ഞാൻ 85% വാല്യൂ കൊടുത്തു. ഇപ്പോൾ ആ ഒരു ഏരിയയിലൊക്കെ അത്യാവശ്യം ഇനഫ് ഷാർപ്പണിങ് എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് നോയ്സ് റിഡക്ഷൻ ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് ഓക്കെയാണ് ഇമേജ്. അതിനുശേഷം കളർ നോയ്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ റിമൂവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ലെൻസ് പ്രൊഫൈൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ലെൻസ് പ്രൊഫൈലിൽ ഞാൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബിഗിനിറ്റിങ്ങും ഒരു ബ്ലെൻഡിങ്ങും അവോയ്ഡ് ചെയ്ത് കിട്ടും. സോ അതിനുവേണ്ടി ക്രോമാറ്റിക് അബ്രിയേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എനേബിൾ പ്രൊഫൈൽ കറക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത് രണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻ്റെ ക്യാമറയുടെ പ്രൊഫൈലും ആ ലെൻസിൻ്റെ ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക്കായിട്ട് അഡോബി തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദ റോ ഇൻഫർമേഷൻ. സോ എനിക്കിതിൽ വേറെ ഒന്നും ചെയ്യാനില്ല, ബട്ട് ഇത് നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പം നമ്മളത് എനേബിൾ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരു ഡിസ്ട്രോഷൻസ് അതിൽ നിന്ന് ഒഴിവായി. ഓക്കെ, അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് കാലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇതിൽ ഞാൻ ചെയ്യുന്നത് ബേസിക്കലി പ്രൈമറി കളേഴ്സിനാണ്. അത് ഈ ഒരു 3 കളേഴ്സിൻ്റെ കോമ്പിനേഷനിലാണ് എൻ്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ഇൻഡിവിജ്വൽ കളേഴ്സ്, ആ ഒരു പ്രൈമറി കളേഴ്സിനെയാണ് ഞാനിവിടെ ബേസിക്കലി എൻഹാൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കാലിബ്രേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കുകയാണെങ്കിൽ ഇത്രയൊരു വ്യത്യാസമാണ് നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറയുന്ന ഇമേജിൽ. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈറ്റിൻ്റെ ഡയറക്ഷൻ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ ലൈറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. സോ ആ ഒരു ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ലൈറ്റിൻ്റെ എൻഹാൻസ്മെൻറ്റ് കൂട്ടാൻ വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ലൈറ്റ് റൂമിലൊരു പവർഫുൾ ടൂളാണ് ഗ്രാജുവേറ്റഡ് ഫിൽറ്റർ എന്ന് പറയുന്ന ടൂൾ. ഈ ടൂൾ വഴി ഞാൻ ജസ്റ്റ് ഒരു സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, സോ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ കീബോർഡിൽ O പ്രസ് ചെയ്താൽ കാണാം ഈ ഒരു ഏരിയയിൽ റെഡ്. അപ്പോൾ ഈ ഒരു ടൂളിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വന്നിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഈ ഒരു ഏരിയയിലേക്ക് ആ ഇൻഫ്ലുവൻസ് കുറഞ്ഞു വരുന്നത്. അതാണ് ഒരു ഗ്രാജുവേറ്റഡ് ആയിട്ട് ഇത് കുറയുന്നത്. ഓക്കെ, സോ ആ ഒരു ഏരിയയിൽ ഞാൻ ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. സോ അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ആ ഒരു ഏരിയയിൽ നിന്നുള്ള ലൈറ്റ് ഇൻഫർമേഷൻസ് വരുന്ന ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഒരു ഇമേജിൽ ബ്രൈറ്റ് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും ഞാൻ എക്സ്പോഷർ വാല്യൂ അധികം അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇതിലെ ഹൈലൈറ്റും ഷാഡോസും അതുപോലെ വൈറ്റ് ഇൻഫർമേഷൻസും കൺട്രോൾ ചെയ്തിട്ടാണ് ആ ഒരു ലൈറ്റ് ഇൻഫർമേഷൻ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ലൈറ്റ് റൂമിൽ ഈ ഒരു ഫോട്ടോയിൽ ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് ഈ ഫോട്ടോനെ ഞാൻ ഫോട്ടോഷോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ്. അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെയർ ബേസ്ഡ് കൺസെപ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഇമേജിനെ കുറച്ചും കൂടി എൻഹാൻസ്മെൻറ്റ് ചെയ്യും. പർട്ടിക്കുലർ ഏരിയയിൽ നമ്മളൊരു കളറിനെ പുഷ് ചെയ്യുക, അതുപോലെ തന്നെ ഡൗൺ ആക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോഷോപ്പിൽ ചെയ്യുന്നത്. ആൻഡ് ഫൈനൽ ക്രോപ്പിംഗ്. സോ നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യാം. സോ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫയൽ, എക്സ്പോർട്ട്. ഞാനിവിടെ വന്നിട്ട് PSD ഫോർമാറ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, കാരണം ഞാൻ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യാണ്. sRGB എന്ന് പറയുന്ന കളർ സ്പേസിലാണ് ഞാനിത് സേവ് ചെയ്യുന്നത്. റെസൊല്യൂഷൻ 300ലാണ്. ഓക്കെ, ഇനി ഞാൻ എക്സ്പോർട്ട് ചെയ്യാണ്. ആ എക്സ്പോർട്ട് ചെയ്ത ഇമേജിനെ ഞാൻ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്തു. ഇവിടെ ഞാൻ ബേസിക്കലി ചെയ്യാൻ പോകുന്നത് ഒരു ലൈറ്റ് ഇൻഫോർമേഷനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്, അതുപോലെ തന്നെ ക്രോപ്പിംഗ് ആണ്. സോ അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ വന്നിട്ട്
ഞാൻ അതിൽ ലെവൽസ് സെലക്ട് ചെയ്യും. ലെവൽസ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഇത് ആക്ച്വലി 3 പോയിന്റ്സ് കാണാം. ഇത് ആക്ച്വലി ബ്ലാക്ക് പോയിന്റ്, മിഡ് ടോൺസ്, ഇത് അറ്റത്ത് വരുന്നത് വൈറ്റ് പോയിന്റ്സ്. ഈ വൈറ്റ് പോയിന്റ്സിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യും. അറൗണ്ട് 250 എന്ന് വരുമ്പോൾ ഇതിൽ ഒരു വൈറ്റ് ഇൻഫോർമേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, സോ ആക്ച്വലി നമ്മൾ ആ ഒരു ഹൈലൈറ്റ് പോർഷനെ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം എനിക്ക് എവിടെയൊക്കെയാണോ ആ ഒരു ലൈറ്റ് ഇൻഫോർമേഷൻസ് വേണ്ടത് ആ ഒരു ഏരിയയിൽ മാത്രം ഇതിന് ഞാൻ മാസ്ക് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു ലെയറിൻ്റെ തന്നെ പ്രോപ്പർട്ടിയെ മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യും. ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഫോർഗ്രൗണ്ട് കളർ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് ആണെന്ന് മനസ്സിലാവും. സോ ആ ഒരു ബ്ലാക്ക് ഞാൻ ഇതിൽ ഫില്ല് ചെയ്യും. സോ എവിടേക്കാണോ എനിക്ക് ആ ലൈറ്റ് ഇൻഫോർമേഷൻ ആവശ്യമില്ലാത്തത് ആ ഏരിയയിൽ ഞാൻ ആ കളേഴ്സ് ഫില്ല് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു ലെയറിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു വൈറ്റ് ഏരിയയിലുള്ള സ്ഥലത്ത് മാത്രമാണ്. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ മാൻ്റെ ഏരിയയിൽ മാത്രം ലൈറ്റ് ഇൻഫർമേഷൻസ് വന്നു. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇമേജിൻ്റെ ഔട്ടർ പാർട്ടിലെ ലൈറ്റ് ഇൻഫർമേഷൻസ് കുറയ്ക്കുക, കുറച്ചും കൂടി മാൻ്റെ ഏരിയയിലേക്ക് ഫോക്കസ് കൊടുക്കുക. സോ അതിനുവേണ്ടി ലെയറിൽ വന്ന് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ബ്രൈറ്റ്നസ് നന്നായി ഞാൻ കുറയ്ക്കും. അറൗണ്ട് ഒരു 20% കുറയ്ക്കും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇൻഫ്ലുവൻസ് എൻ്റെ ഒരു ഇമേജിലായിട്ടുണ്ട്. ആ ഒരു ബ്രൈറ്റ്നസ് കുറച്ചത് അതിൻ്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് ഈ മാൻ്റെ ഫേസിൽ ലൈറ്റ് ഇൻഫർമേഷൻസ് എൻഹാൻസ് ചെയ്യും വേണം സെയിം ടൈമിൽ, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം. സോ അതിനുവേണ്ടി ഈ മാസ്ക് ലെയർ സെലക്ട് ചെയ്തിട്ട് ബ്രഷ് ടൂൾ എടുത്തിട്ട് ഈ മാൻ്റെ ഫേസിലും നെക്കിൻ്റെ ഏരിയയിലും ഈ പുല്ലിൻ്റെ ഏരിയയിലും ഞാൻ, അല്ലെങ്കിൽ ഗ്രാസിൻ്റെ ഏരിയയിൽ ഞാൻ ജസ്റ്റ് പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പം നോക്കിയാൽ മനസ്സിലാവും ആ ഒരു വൈറ്റ് ഇൻഫർമേഷൻ ഉള്ള ഏരിയയിൽ അതിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ചു, പക്ഷേ ബ്ലാക്ക് ഇൻഫർമേഷൻ ഉള്ള ഏരിയയിൽ ബ്രൈറ്റ്നസ് പഴയതുപോലെ നിലനിർത്തി. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ലൈറ്റ് ഇൻഫർമേഷൻസ് വരുന്നത്. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിൽ മാൻ്റെ ഫേസിൽ മാത്രം ആ ലൈറ്റ് ഇൻഫർമേഷൻ കൊടുത്തു, പക്ഷേ ആ ഒരു ലൈറ്റ് ഇൻഫർമേഷൻ ഞാൻ ഒന്നും കൂടിയും എനിക്ക് എക്സ്പാൻഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഏരിയയിലേക്കും എനിക്ക് കുറച്ചും കൂടി ലൈറ്റ് ഇൻഫർമേഷൻ വേണം. സോ അതെന്തിനാണെന്ന് വെച്ചാലാണ് ഒരു ഗ്രാജുവലി ലൈറ്റിൻ്റെ ഫ്ലോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനുവേണ്ടി വീണ്ടും ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അവിടെ ഞാൻ വീണ്ടും ലൈറ്റ് ഇൻഫർമേഷൻ കുറയ്ക്കുകയാണ്. അറൗണ്ട് 52% ഞാൻ ലൈറ്റ് ഇൻഫർമേഷൻ കുറച്ചു. ഇപ്പം നോക്കി കഴിഞ്ഞാൽ അഗെയിൻ ആ ലൈറ്റ് ഇൻഫർമേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. സോ നോ പ്രോബ്ലം, നമ്മൾ ആ മാസ്ക് ലെയർ സെലക്ട് ചെയ്ത് വീണ്ടും ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ചിട്ട് കുറച്ച് ഏരിയയിൽ പതുക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കും. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുണ്ടാവും. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ആ ലൈറ്റ് ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. മാൻ്റെ ബാക്ക് സൈഡിൽ ഷാഡോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തു, ഒരു ഡ്രാമാറ്റിക് ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇനി ഫൈനൽ ചെയ്യാൻ പോകുന്നത് ഞാൻ അഗെയിൻ ഒരു ബ്രൈറ്റ് ഇൻഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ആ ബ്രൈറ്റ് ഇൻഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ടോട്ടൽ ഇമേജിനെ ജസ്റ്റ് ഒരു എൻഹാൻസ് ചെയ്യാണ്. ഇപ്പോൾ എൻ്റെ ഇമേജിന് ബ്രൈറ്റ് ഇൻഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇത്രയും കാര്യങ്ങൾ ചെയ്തത് മൾട്ടിപ്പിൾ ചെയ്യുന്ന പോലെ അല്ല. നമ്മൾ ഓരോ ലെയറിൽ നമ്മൾ ഓരോ എഫക്റ്റ് കൊടുത്ത് അല്ലെങ്കിൽ ബ്രൈറ്റ് ഇൻഫർമേഷൻസ് കൺട്രോൾ ചെയ്ത് ആ ഒരു ഇമേജിനെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കളർ ഇൻഫർമേഷൻസ് കൊടുത്ത് ഒരു സ്റ്റേബിളാക്കി. അതിനുശേഷം ആ സ്റ്റേബിൾ ചെയ്ത ഇമേജിനെയാണ് നമ്മൾ ടോട്ടലി എൻഹാൻസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഒരു നോർമലി ഉണ്ടായത്, ഫോർ എക്സാമ്പിൾ നോർമലി ഉണ്ടായത് എല്ലാ ഇമേജിലും ഒരു 100% ലൈറ്റ് ഇൻഫർമേഷൻ്റെ ഫ്ലോ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ആ ഇമേജിനെ പല സ്ഥലങ്ങളിലായി ഡിവൈഡ് ചെയ്ത് ലൈറ്റ് ഇൻഫർമേഷൻസ് കുറയ്ക്കുകയാണ്. ഫോർ എക്സാമ്പിൾ റൈറ്റ് സൈഡ് ലൈറ്റ് ഇൻഫർമേഷൻ ഒരു 25% ആക്കി, ലെഫ്റ്റ് സൈഡ് നമ്മൾ ലൈറ്റ് ഇൻഫർമേഷൻസ് അറൗണ്ട് ഒരു 50% ആക്കി, ആ മാൻ്റെ ഏരിയയിൽ ലൈറ്റ് ഇൻഫർമേഷൻ 20% ആക്കി, അതിൻ്റെ ടോപ്പിൽ നമ്മൾ എൻ്റയർ ലൈറ്റ് ഇൻഫർമേഷൻസിനെ ഒന്ന് എൻഹാൻസ് ചെയ്യണം. സോ ആ ഒരു ഫീൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ലൊരു അമേസിങ് ഫീലായിരിക്കും. അതാണ് ഇതിൽ ആ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു കളർ എൻഹാൻസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോസസ്സിൽ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്നത്. ഞാൻ ഒരു ഓരോ ലെയറായിട്ട് ഡിസേബിൾ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ ലെയറിനെ കണ്ടപ്പോൾ ആ ഒരു ഏരിയയിൽ മാത്രം ലൈറ്റ് ഇൻഫർമേഷൻസ് കുറഞ്ഞു. ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഔട്ടർ ഏരിയയിലുള്ള ലൈറ്റ് ഇൻഫർമേഷൻസ് കുറഞ്ഞു. ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ വീണ്ടും ഔട്ടർ പാർട്ടിലെ ലൈറ്റ് ഇൻഫർമേഷൻസ് കുറഞ്ഞു, പക്ഷേ ഈ ഒരു ഏരിയയിൽ ലൈറ്റ് ഇൻഫർമേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫൈനൽ നോക്കുമ്പോൾ ഫൈനൽ ലൈറ്റ് ഇൻഫർമേഷൻസ് നമ്മൾ എല്ലാ ഒരു ലൈറ്റിനെ എൻഹാൻസ് ചെയ്തിരിക്കുകയാണ്. സോ ഈ 4 ഇമേജ് വർക്ക്സ് ടുഗദർ യു വിൽ ഗെറ്റ് ആ ഒരു എഫക്റ്റ്. ഓക്കെ,
സോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇമേജിന് എനിക്ക് ക്രോപ്പ് ചെയ്യണം. സോ അതിനുവേണ്ടി ഞാൻ ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്തു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓട്ടോമാറ്റിക്കായിട്ട് 16:9 എന്ന് പറയുന്ന റേഷ്യോയിൽ ഇമേജ് സെറ്റ് ക്രോപ്പിന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് വൈഡ് ആംഗിൾ, ഒരു വൈഡ് പെർസ്പെക്റ്റീവിൽ, ഓക്കെ, അല്ലെങ്കിൽ ഒരു വൈഡ് റേഷ്യോയിൽ ഇത് വന്നിട്ടുണ്ട്. സോ അതിന് ഞാൻ ആക്ച്വലി ഒരു പോർട്രേറ്റ് മോഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. സോ പോർട്രേറ്റ് മോഡിൽ കൺവേർട്ട് ചെയ്തതിന് ശേഷം 16:9 എന്ന് പറയുന്ന വാല്യൂവിനെ ഞാൻ 10:16 ആക്കും. സോ കുറച്ചും കൂടി എനിക്ക് വിഡ്ത്ത് കിട്ടും. അതിനുശേഷം ഈ ഒരു ഇമേജിന് ഞാൻ റൂൾ ഓഫ് തേർഡ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി, ഈ ഗ്രിഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും റൂൾ ഓഫ് തേർഡ് ആണ്. ആ റൂൾ ഓഫ് തേർഡ് എന്ന പ്രോപ്പർട്ടിയിൽ ഈ ഒരു ഒബ്ജക്റ്റിനെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് പ്ലേസ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ഇമേജിനെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടി. ഇതൊരു സ്ക്രീൻ ക്യാപ്ചർ ചെയ്ത വീഡിയോ ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലൈറ്റ് ഇൻഫർമേഷനെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. സോ ഫൈനൽ ഇമേജ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. സോ ഇങ്ങനെയാണ് നമുക്ക് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോ നമ്മുടെ കളർ കറക്ഷൻ ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു തീം മാറാതെ ക്രോപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുണ്ടായിരുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. I'll be back with another amazing video for you. See you. Bye.